ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഞാൻ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. നമ്മുടെ അക്കൗണ്ടിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ഭയങ്കര താങ്ക്ഫുള്ളാണ് വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാത്തിനും. എങ്ങനെ നന്ദി പറയണം എന്നുള്ളത് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മസ്റ്റ് ഡേറ്റ് ദി പ്ലേ ബോയ് എപ്പിസോഡ് നമ്പർ 15 ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സെയിൻ വന്നിട്ട് ഇറങ്ങി പോകുമ്പോൾ താര തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കൂടി സെയിൻ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവാണ്. ആ സമയത്ത് താര ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ജഗൻ വരുന്നുണ്ട്. ജഗൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ നടക്കണേ, എന്ത് പറ്റി, സെയിൻ എന്താ ആരും മൈൻഡ് ചെയ്യാതെ ഇറങ്ങിപ്പോയേ, അവൻ എന്താ പറ്റിയേ, നീ എന്താ അവനോട് പറഞ്ഞേ താരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൗശി പറയുന്നുണ്ട്, ഞാൻ സെയിനെ തെറ്റിദ്ധരിച്ചു, അവൻ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ബ്രേക്കപ്സിനൊക്കെ കാരണമായതെന്ന് പറയുന്ന സമയത്ത് ജഗൻ എടുത്ത വഴിക്ക് നോക്കിയിട്ട് അതൊക്കെ നിൽക്കട്ടെ, നീ എന്താ താര ചെയ്തേന്ന് ചോദിക്കുന്ന സമയത്തേക്കും നിതിനെ നോക്കിയിട്ട് ജഗൻ പറയുന്നുണ്ട്, ഓ ഇവനായിരിക്കും കാരണം, ഇവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും നിതിൻ പറയുന്നുണ്ട്, നീ അറിയാത്ത കാര്യങ്ങൾ പറയാൻ നിൽക്കരുത്, എന്താണെന്നുള്ളത് നിനക്ക് അറിയില്ലെങ്കിൽ നീ മിണ്ടാണ്ടിരിക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും തമ്മിൽ വഴക്കാകുമ്പോഴത്തേക്കും താര പറയുന്നുണ്ട്, ജഗൻ ഞാൻ പറയാം, ആ കാര്യങ്ങളൊക്കെ സെയിൻ അറിഞ്ഞു, ഞാൻ എന്തിനാണ് അവനെ ഡേറ്റ് ചെയ്തതെന്നുള്ളത് അവൻ അറിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ജഗൻ ചോദിക്കുന്നുണ്ട്, അതതിന് അവനോട് നീ മുന്നേ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിതിനും കൗശിക്കും ഞെട്ടുന്നുണ്ട്. നിതിൻ ചോദിക്കുന്നുണ്ട്, ഓ അപ്പോൾ ജഗന് വരെ കാര്യങ്ങൾ അറിയായിരുന്നു അല്ലേ താര, എന്നിട്ട് പോലും നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ എത്ര വട്ടം നിന്നോട് ചോദിച്ചു, എന്നിട്ടും നീ എൻ്റെ അടുത്ത് കാരണങ്ങളൊന്നും പറഞ്ഞില്ല, ഇവന് വരെ അതറിയായിരുന്നു എന്ന് പറയുന്ന സമയത്ത് താര പറയുന്നുണ്ട്, അതങ്ങനെയൊന്നല്ല നിതിൻ, അവനത് കണ്ടുപിടിച്ചതാണ്, അല്ലാതെ ഞാനായിട്ട് ആരുടെ അടുത്തും ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി അതിൻ്റെ പേരിലൊരു പ്രശ്നം വേണ്ട, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ജഗനാണ് അത് കണ്ടുപിടിച്ചതെന്ന് താര പറയുന്നുണ്ട്. താരയാണെങ്കിൽ കൗശിൻ്റെ അടുത്ത് കുറേ സോറി പറയുന്നുണ്ട്, സോറി ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചത് കൗശി, പക്ഷെ അതൊന്നും പറയാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല, ഐ എം റിയലി സോറി, നീ എന്നെ വെറുക്കരുത്, എന്നുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഇനി കട്ട് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കൗശി താരനെ വന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം തന്നെ എല്ലാവരും സിംഗപ്പൂരിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. ആ സമയത്ത് താരയാണെന്നുണ്ടെങ്കിൽ തന്നെ സെയിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കയറണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിലാണ് അവൾ നിൽക്കുന്നത്. എന്നാലും ഗേറ്റ് തുറന്ന സമയത്ത് അവൾ കയറുന്നുണ്ട്. ആ സമയത്ത് ബോബിയാണ് വന്ന് വാതിൽ തുറക്കുന്നത്. ബോബി വരുമ്പോൾ തന്നെ സെയിൻ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ബോബി പറയുന്നുണ്ട്, സെയിൻ സാർ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ താര ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. താര കയറാൻ പോകുമ്പോൾ ബോബി പറയുന്നുണ്ട്, പക്ഷേ മാഡത്തിന് അതിൻ്റെ ഉള്ളിൽ കയറ്റരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോഴത്തേക്കും താരയ്ക്ക് വിഷമമാവുന്നുണ്ട്. ആ സമയത്ത് ബോബി പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ജോലി ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്നുള്ളതൊന്നും എനിക്കറിയില്ല, പക്ഷെ അത് എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് താര പറയുന്നുണ്ട്, ഇറ്റ്സ് ഓക്കെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് താര പോകുന്നുണ്ട്. ഇതെല്ലാം നോക്കിയിട്ട് സെയിൻ ആണെന്നുണ്ടെങ്കിൽ ജനലേക്കൂടെ ഇതെല്ലാം കണ്ടിരിക്കുന്നുണ്ട്. ബോബിയും കാണുന്നുണ്ട് സെയിൻ ഇത്ര വിഷമിച്ച് നോക്കിയിരിക്കുന്നത്. ബോബി എന്തെങ്കിലും പറയാൻ പോകുന്നതിന് മുമ്പ് തന്നെ സെയിൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ താരയും സെയിനുമാണ് വഴക്കെങ്കിലും അവർ രണ്ടുപേരും നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേർക്കും വിഷമവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. താരയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഗ്ലൂമിയാണ്. അങ്ങനെ താരയൊക്കെ കൂടി കഫറ്റേരിയയിൽ ഇരിക്കുന്ന സമയത്ത് കൗശി താരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സെയിൻ എൻ്റെ അടുത്ത് സംസാരിച്ചോ, സെയിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ താര പറയുന്നുണ്ട് ഇല്ലയെന്ന്. നിതിനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, സാരില്ല പോട്ടെ, അവൻ നിനക്ക് ഒട്ടും വേർത്തിയല്ല, നിനക്ക് പറ്റിയ ആളൊന്നല്ല അവൻ എന്ന് പറയുമ്പോഴത്തേക്കും കൗശി പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, സെയിനിന് ദേഷ്യം വന്ന എങ്ങനെയാണ്, ആ സമയത്ത് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകണ്ട, അവൻ്റെ ദേഷ്യം മാറിയിട്ട് നീ സംസാരിക്കാൻ പോയാൽ മതിയെന്ന് കൗശി പറയുന്നുണ്ട്. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് സെയിൻ സാമിനെയും കൊണ്ടുവരുന്നത്. അവർ രണ്ടുപേരും കയ്യും കോർത്ത് പിടിച്ച് വരുമ്പോഴത്തേക്കും താരയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. താര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെക്കൻ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വേറൊരു പെൺകുട്ടീനെയും കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്തൊരു വിഷമം അല്ലേ ഉണ്ടാവുന്നത്, എനിക്ക് സങ്കടം വന്നിട്ട് വയ്യാന്നൊക്കെ താര മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് നിതിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിതിനാണെന്നുണ്ടെങ്കിൽ തല്ലാനായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്ത് കൗശിയാണ് തടുക്കുന്നത്. അങ്ങനെ നിതിൻ തള്ളാൻ വരുമ്പോഴത്തേക്കും ഈ വഴക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് താര വേഗം എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ പോവാണ് ക്ലാസ്സിൽ, എനിക്കിതൊന്നും കണ്ടിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് താര ഇറങ്ങി പോവാണ്. അതിൻ്റെ പിന്നാലെ നിതിനും കൗശിയും പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് സെയിന് തോന്നുന്നുണ്ട്, ഞാൻ എന്തിനെങ്ങനെ ചെയ്യണേ, എനിക്ക് അവളെ ഹേർട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഇതല്ലാണ്ട് എനിക്ക് വേറെ വഴിയില്ല എന്ന് സെയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അവരെല്ലാവരും പോയതിന് ശേഷം സാം വന്നിട്ട് സെയിൻ്റെ കൈ പിടിക്കുമ്പോൾ സെയിൻ പറയുന്നുണ്ട്, തട്ടി മാറ്റിയതിന് ശേഷം താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ എന്ന് പറഞ്ഞ് സെയിൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് സാമിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് സെയിൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും
അവിടെ ജഗൻ നിൽക്കുന്നുണ്ട്. ജഗൻ ചോദിക്കുന്നുണ്ട്, ഓ എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അവിടെ, ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു, നീ ചെയ്തു കൊണ്ടാണ്ടാ തോന്നുന്നു അവളുടെ ഭാഗത്ത് മാത്രമേ തെറ്റുള്ളൂ എന്നുള്ളത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും സെയിൻ പറയുന്നുണ്ട്, പിന്നെ അല്ലാതെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളൊക്കെ കൂടി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സെയിൻ ചോദിക്കുന്ന സമയത്ത് നീയും അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്ത്, അവളുടെ ഭാഗത്ത് മാത്രമല്ലല്ലോ തെറ്റുള്ളതെന്ന് നമ്മുടെ ജഗൻ ചോദിക്കുന്നുണ്ട്. നീ കൗശിക്ക് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നിതിൻ ഇതെല്ലാം കേട്ട് വരുന്നുണ്ട്. നിതിൻ നേരെ വന്നിട്ട് സെയിനെ അടിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ നല്ല അടിയാവുന്നുണ്ട്. സെയിനും തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ജഗനും റിവറും കൂടി പിടിച്ചു മാറ്റാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അവസാനം താര വന്നിട്ട് പറയേണ്ടത് ഒന്ന് നിർത്ത്, ഇവിടെ എന്താ നടക്കണേന്ന് ചോദിക്കുമ്പോഴാണ് രണ്ടുപേരും ഒന്ന് അടിയൊക്കെ നിർത്തുന്നത്. ഇതിനാണെങ്കിൽ താരേനെ നോക്കി പറയുന്നുണ്ട്, താര ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ ഡേറ്റ് ചെയ്യരുതെന്ന്, എനിക്കിവനെ നല്ല രീതിയിൽ അറിയാം നിങ്ങളെക്കാളൊക്കെ ഉപരി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇവിടെ ആരും ഒന്നും മാറിയിട്ടില്ല താര, നിന്നെ ഇവരെല്ലാവരും കൂടി പറ്റിക്കായിരുന്നു. സെയിൻ നിന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, കൗശിയായിട്ട് അറ്റാച്ച് ആവാൻ വേണ്ടിയിട്ടാണ്. കൗശിക്ക് വേണ്ടിയിട്ട് അവൻ നിന്നെ യൂസ് ചെയ്യായിരുന്നു, നീ അത് മനസ്സിലാക്കിയില്ല, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞതാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ താര വന്നിട്ട് സെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സെയിൻ ഈ പറയുന്നത് സത്യമാണോ, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, നീ ചെയ്തത് പറഞ്ഞതൊക്കെ സത്യമാണോ, ഈ കേട്ടത് സത്യമാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇവളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ, സത്യത്തിൽ ഞാൻ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നതെങ്കിലും പിന്നെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും സെയിൻ ആണെങ്കിൽ താരയുടെ അടുത്ത് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ താര ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ സത്യമാണല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, ഇതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും താര പറയുന്നുണ്ട്, ഇതിനെ നീ അങ്ങനെ ചെയ്തത്, ഇത്രയും നാൾ ഞാൻ നിൻ്റെ പിന്നാലെ നടന്നു, ഞാൻ നിന്നോട് ചെയ്തത് തെറ്റാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓരോ നിമിഷവും ഞാൻ നീറി കഴിയായിരുന്നു, എൻ്റെ ഉള്ളിൽ എന്തോരം വിഷമം ഉണ്ടായെന്നറിയോ ഞാൻ നിന്നെ ചീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ട്, പക്ഷെ ആ ഒരു സമയത്ത് പോലും നീ ഞാൻ മാത്രമാണ് നിന്നെ പറ്റിച്ചെന്നുള്ള രീതിയിൽ നീ അഭിനയിച്ച് നിന്നു, നിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു തെറ്റുള്ള കാര്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞു ഓടിയില്ല, നീ അത്രയും അഭിനയിച്ച് നിന്നു, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് സെയിൻ, ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു, നിന്നെ ഇഷ്ടപ്പെട്ടു, നിനക്കിഷ്ടമുള്ള പോലെ ആവാൻ വേണ്ടി ഞാൻ പലതും ശ്രമിച്ചു, ബാക്കിയുള്ള ഗേൾസിൻ്റെ കൂടെ നീ എന്ത് ചെയ്താലും നീ ആരോട് എങ്ങനെ പെരുമാറിയാലും ഞാൻ അതിനെ കെയർ ചെയ്തില്ല, കൗശിൻ്റെ അടുത്ത് നിന്ന് മാത്രം നിന്നൊന്ന് അകറ്റി നിർത്തണമെന്ന് ഞാൻ ആലോചിച്ചുള്ളൂ, അല്ലാതെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. കൗശിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നെ സ്നേഹം അഭിനയിക്കുന്ന സമയത്ത് ഇടയ്ക്ക് എപ്പോഴും ഞാൻ ശരിക്കും നിന്നെ ഇഷ്ടപ്പെട്ടു പോയി, അതാണ് ഞാൻ ചെയ്ത തെറ്റ്, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമായിരുന്നു സെയിൻ, പക്ഷേ ഇനി അതങ്ങനെ ഉണ്ടാവില്ല, ഇനി നീ എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് താര ഇറങ്ങി പോകുന്നുണ്ട്. ഇതിനാണെന്നുണ്ടെങ്കിൽ പറയേണ്ടി, ഇനി മേലെ നീ അവളുടെ പിന്നാലെ നടന്ന് അവളെ ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ നിന്നെ ശരിയാക്കണമെന്നും പറഞ്ഞ് നിതിനും പോകുന്നുണ്ട്. ആ സമയത്ത് റിവറും ജഗനും പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് തെറ്റ് തന്നെയാണ്, നിൻ്റെ ഭാഗത്ത് ഞങ്ങൾ നിൽക്കില്ല, നീ ചെയ്തതിലും തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് സെയിനിന് ആകെ വിഷമമുണ്ട്, സെയിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞാൻ താരനെ അത്ര ഇഷ്ടപ്പെട്ടതായിരുന്നു എന്നിട്ടും അവൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് സെയിൻ നല്ല രീതിയിൽ അലറി കരയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 2020 സീനാണ്. അവരെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിതിൻ, സെയിൻ, റിവർ, ജഗൻ, കൗശി ഇവരെല്ലാവരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ആ സമയത്ത് സെയിൻ പറയുന്ന പോലെയാണ് കാണിച്ചിട്ടുള്ളത്. സെയിൻ പറയുന്നുണ്ട്, ഇവരാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്, ഈ ഒരു കാലഘട്ടത്തിലും ഇവരെൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവരൊരിക്കലും എന്നെ വിട്ട് പോകരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് സെയിൻ ഇങ്ങനെ അവരൊക്കെ നോക്കിയിരിക്കുകയാണ്. ആ സമയത്ത് സെയിൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവരെല്ലാവരും എനിക്ക് നല്ല ഇഷ്ടമാണ്, പക്ഷേ കൗശീനെ എനിക്ക് കുറച്ചും കൂടി അധികം ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൗശീൻ്റെ കറൻറ്റ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള മാത്യുവിനെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് കൗശീൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചിരിക്കുന്നത് സെയിൻ നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് നോക്കിയിരിക്കുന്നത്. സെയിൻ ആണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എനിക്ക് അവൾ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എന്തെങ്കിലും അവളോട് പറയുക എന്നുള്ള രീതിയിലാണ് നോക്കിയിരിക്കുന്നത്. അപ്പോഴത്തേക്കും നിതിൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നീ എങ്ങോട്ട് നോക്കിയിരിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് നിതിൻ വന്ന് സെയിനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഫുട്ബോൾ ടൂർണമെൻറ്റ് വന്ന് നടക്കുന്നത്. അപ്പോൾ ഇവർ മത്സരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൗശീൻ്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന മാത്യുവും ടീമും ഒരു ടീമിലും, അതേപോലെ തന്നെ നമ്മുടെ സെയിനും നിതിനും റിവറും ജഗനൊക്കെ വേറൊരു ടീമിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ റിവറിൻ്റെ മുഖത്തേക്ക് ബോൾ വന്ന് ഇടിക്കുന്നുണ്ട്. അത് ആ മാത്യു എന്ന് പറഞ്ഞിട്ടുള്ള പയ്യനാണ് നേരെ വന്ന് റിവറിനെ ഇടിക്കുന്നത്. ആ സമയത്ത് തന്നെ സെയിൻ അവനെ നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സെയിൻ ആണെങ്കിൽ ഇവനോട് നല്ല ദേഷ്യം ഉണ്ടല്ലോ. അപ്പോൾ സെയിൻ അപ്പോഴേ ദേഷ്യം വന്ന് നിൽക്കുകയാണ്. പക്ഷേ അവരൊന്നും മിണ്ടാതെ തന്നെ കളി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കളി സ്റ്റാർട്ട് ചെയ്തിരിക്കുമ്പോൾ തന്നെ സെയിനെയും വന്നിട്ട് ഈ ചെക്കൻ വന്ന് ഇടിച്ച് താഴെ തള്ളിയിടുന്നുണ്ട്. ആ സമയത്ത് സെയിന് നല്ല വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ സെയിൻ വന്നിട്ട് ഇവനുമായിട്ട് അടി ഉണ്ടാക്കുകയാണ്. മാത്യുവും സെയിനും തമ്മിൽ നല്ല അടി ഉണ്ടാകുന്ന സമയത്തേക്കും നിതിൻ വന്ന് തടുക്കുന്നുണ്ട്. നിതിൻ വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ആർക്കാ നഷ്ടം ഉണ്ടാവാൻ പോകാന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ അറിയാം സെയിൻ, അതുകൊണ്ട് നമ്മളായിട്ട് വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ടെന്ന് പറയുന്ന സമയത്ത് മാത്യു പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ളൊരു സാധനം ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കിട്ടാൻ പോണില്ല, നീ ആഗ്രഹിച്ചാലും അത് നിനക്ക് കിട്ടില്ല എന്നുള്ളത് സെയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കൗശിനെ കുറിച്ച് ഉദ്ദേശിച്ചാൽ പറയുന്നത്. അത് കേട്ടതും സെയിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ നിതിനും ബാക്കിയുള്ളവരും കൂടിയിട്ട് അവനെ അടക്കി നിർത്തുന്നുണ്ട്.
ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ആലോചിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കൗശി വരുന്നത്. കൗശി വന്നിട്ട് സെയിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സെയിൻ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അതേപോലെ മാത്യുവും നീയും തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നല്ല രീതിയിൽ കമ്പനി ആവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കരുത് എന്ന് പറയുന്ന സമയത്ത് സെയിൻ പറയുന്നുണ്ട്, ആ ശരി ഞാൻ എന്നാൽ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൗശി ചോദിക്കുന്നുണ്ട്, സെയിൻ നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ നീ ഇപ്പോൾ പറയുന്ന സമയത്ത് സെയിൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സെയിൻ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.